സിംപ്ലി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കാസർഗോഡുകാരാണ്. അപ്പം ഇന്നലെ മംഗലാരത്ത് ഒരു മംഗലം ഉണ്ടായി. മംഗലത്തിന് പോയിട്ട് രാത്രി അനിയത്തിൻ്റെ വീട്ടിൽ നിന്നു. കാലത്ത് ഇപ്പോൾ വരുമ്പോഴേക്ക് മംഗലാരം ബന്ദറിലേക്കെല്ലാം പോയി. ബന്ദറിൽ കുറേ മീനുണ്ടായി, ഇഷ്ടം പോലെ മീനുണ്ടായി. മാത്രം നമുക്ക് ക്രാനൊക്കെ ഉണ്ടായതുകൊണ്ട് തിരക്കുണ്ടായി, എല്ലാം എടുക്കാനും നോക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ച് മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചാൽ ഇത്ര മീൻ കുറേ സമയത്ത് നമുക്ക് ഇത്ര മീൻ കിട്ടിയതില്ല ഇവിടെ കാസർഗോഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തെല്ലാം മീൻ എടുത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മീനിനെ ഞങ്ങൾ എന്ത് പറയുന്നത്, എങ്ങനെ ഞങ്ങൾ ഇവിടെ കറി വെക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ബന്ധത്തത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചാനലിൽ ഇതിനായിട്ട് മുമ്പ് തന്നെ ഇട്ടിരിപ്പോൾ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണാതാണെന്നെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം, നോക്കണം, ലൈക്ക് അടിക്കണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെന്ന് വെച്ചാൽ കാസർഗോഡുകാരായതുകൊണ്ട് ഇവിടുത്തെ ഭാഗത്ത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതുമാതിരി മംഗലടുത്തടിക്കുക എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് തരും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കൊണ്ട മീനിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് 1 കിലോ മത്തിക്കുഞ്ഞ് മേടിച്ചിരുന്നു. നല്ല ഫ്രഷ് ഉണ്ടായി. മുറിക്കാൻ കുറച്ച് പണിയുണ്ട് ഈ കുഞ്ഞു മത്തിന. മറ്റേ ഫ്രഷ് കണ്ടതുകൊണ്ട് വിടാൻ മനസ്സിലായിട്ടില്ല. അങ്ങനെ 100 രൂപ കൊടുത്തിട്ട് 1 കിലോ കുഞ്ഞു മത്തി മേടിച്ചിന്. ഈ കുഞ്ഞു മത്തിനെ ഞങ്ങളുടെ മുളക് കറിയാക്കൂ, പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കൂ, പിന്നെ ഒതുക്കിയിട്ട് വെക്കുന്നതല്ല ഞങ്ങൾ തേങ്ങ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒരു വറവ് കറി പോലെ. അപ്പം നമ്മൾ ഈ കുഞ്ഞുമത്തിനെ 1 കിലത്തിന് 2 ഉറിയായിട്ട് മുളകിൽ വെക്കാനും ഒതുക്കിയിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഇതൊരു മീൻ ഞങ്ങൾ ഇവിടെ കടുവാതെ ഉള്ളൂ. ഇത് വലുതാ, കുറേ വലുതാണ്. ഇത് കടുവ കുഞ്ഞ്. ഇനി കിലത്തിന് 120 രൂപ കൊടുത്തിന്. ഈ കടുവ ഇത് വറുക്കാനും കാച്ചാനും പിന്നെ കറി വെക്കാനും മുളക് കറിയാക്കാനും എല്ലാത്തിനും നല്ല പാങ്ങുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് കറി വെക്കണം, കുറച്ച് കാച്ചണം എന്ന് വിചാരിക്കണം. നല്ല മീൻ ഇത് തൊലി ചെത്തണക്കില്ല, മീത്ത ഒരു ഇത് ഉണ്ടല്ലേ, ഇത് മാത്രം എടുത്തെങ്കായി. അപ്പോൾ ഇതും ഞങ്ങൾ വീഡിയോ ഇടും കറി വെക്കുമ്പോഴത്തേക്ക്. ഇത് മാഞ്ചി ഇന്ന് കിലത്തിന് 220 രൂപ കിട്ടില്ല. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കുമ്പളയിൽ വിലക്കുമ്പോൾ ഇനി 300 രൂപ ആയി. ആ കണക്കിൽ ഞങ്ങൾക്ക് ഇത് ലാഭമല്ലേ 220 രൂപ കിട്ടിന്. 1 കിലത്തിന് 220 രൂപയ്ക്ക് 6 മാഞ്ചി കിട്ടിന്. നല്ല മാഞ്ചിയാണ്. നിങ്ങൾ എന്ത് ചെല്ലുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ ഇത് മാഞ്ചിന്നില്ല. നിങ്ങളങ്ങോട്ട് എന്ത് ചെല്ലുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞെങ്കായി. ഇത് ഞങ്ങൾ മാഞ്ചിന കുറച്ച് കറി വെക്കണം, 2 കഷ്ണം കാച്ചിട്ട് തിന്നണമെന്നുണ്ട്. ഇന്നത്തെ മെയിൻ ഐറ്റമിനെ കാണിക്കാം. ഇത് അയക്കൂറ, കുറേ വലിയ അയക്കൂറ ഉണ്ടായി. ഇത് കുറച്ച് ചെറുതച്ചെങ്കിൽ ഇത് 2 കൂടിയിട്ട് ഞങ്ങൾക്ക് 1,300 ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വലുതുണ്ട്, ഒരു 3/4 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 കൂടിയിട്ട് 330 രൂപ എടുത്ത്. കിലത്തിന് 250. ഇവിടെ കുമ്പളയിലും കാസർഗോഡല്ലെങ്കിലും 300-350 രൂപ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതെല്ലാം മേടിക്കാത്ത കുറേ ആയി. അപ്പോൾ ഇത് കാച്ചാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തലയെല്ലാം എടുത്തിട്ട് കറി വെച്ചിട്ട് ഇതിനെ കാച്ചണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 750 രൂപയ്ക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മീനെ മുറിക്കണം. വരുമ്പോഴത്തേക്കാനും അവിടെ കുറച്ച് ഐസ് മണിച്ചിട്ട് ഇട്ടിട്ടുണ്ടായി. എന്നാലും കുറച്ച് പതപതായി 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മംഗലടുത്തുനിന്ന് വിട്ടിട്ട്. അപ്പോൾ ഇതിനെ മുറിക്കുന്ന വീഡിയോ ഞങ്ങൾ ഇപ്പോൾ എടുക്കും. ആദ്യം കുഞ്ഞുമത്തി മുറിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇത് ഞങ്ങൾ പലകത്തി എന്ന് പറയുന്നത്. ഈ പലകത്തിലാണ് ഞങ്ങൾ മീനെല്ലാം മുറിക്കുന്നത്. അപ്പോൾ കത്രി ഓരോരുത്തർ ഉപയോഗിക്കും. ഞങ്ങൾ ഓരോരുത്തർ കത്രിയിലും ഓരോരുത്തയിലും മുറിക്കുന്നത്. അധികമായിട്ട് പലകത്തി തന്നെ ഞങ്ങൾ മീൻ മുറിക്കാൻ ഈ പലകത്തി തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുമത്തി മുറിക്കാം. ഇവിടെ 2 പൂച്ചയുണ്ട്. കുറച്ച് ദിവസമായിട്ട് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ പുതിയ മീൻ കണ്ടുകൊണ്ട് ഭയങ്കര ബൊബ്ബോർക്ക്. അപ്പൊ താഴെ ഇരുന്നിട്ടുണ്ടായി. ആടെ പൂച്ചന്റെ ബൊബയിൽ കഴിഞ്ഞില്ല നമുക്ക്. അങ്ങനെ ഞാൻ പയ്യൊക്കെ ഈ മീൻ മുറിക്കാൻ മീൻ തരുന്നത്. അപ്പോൾ ഇത് ചെതുമ്പൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം. ആദ്യം ഇതിൻ്റെ പുറത്തൊരു മുള്ളു പോലെ ഉണ്ടല്ലോ, ഇതിനെ കത്തിൽ കുറച്ച് ഇതാക്കിയിട്ട് എടുക്കാം. തൊലി എടുക്കണമായിട്ടില്ല. അതിൻ്റെ ഒരു ബര പോലെ ഉണ്ടായാൽ മാത്രം ഇങ്ങനെ ചെത്തിയിട്ട് എടുത്തി അങ്ങ് മതിയാവുന്നു. എടുത്തിന് ഇപ്പുറത്തതും അങ്ങനെ എടുക്കാം. കത്തിക്ക് മുറിച്ച പോരാ, മുറിച്ചാക്കിയിട്ടില്ല. കുറേ കത്തി മുറിച്ചാക്കാത്ത. സൈഡത്തെ ഇതെല്ലാം ഇങ്ങനെ ചെത്തിട്ടെടുക്കാം.
ഇതിൻ്റെ തല നമുക്ക് കറിക്കിടാം. അയ്ക്കൂറ മാഞ്ചിൻ്റെ എല്ലാം തല ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒക്കെ ഇതിനെ ഇടാന്ന് വിചാരിക്കുന്നത്. അപ്പം തല നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ടെടുക്കാം. നല്ല പദത്തിൻ്റെ തല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല കാണാൻ മാഞ്ചിൻ്റെ പോലെ തന്നെ ഉണ്ട്, മുറിച്ചിട്ട് നല്ല പാങ്ങുണ്ട് കാണാൻ. തലിൻ്റെ ഉള്ളിലത്തെ ചെകിളെല്ലാം എടുക്കണം. നല്ല പാങ്ങല കിട്ടിയിട്ടുണ്ട് തല. നമുക്ക് കറക്കിയിടാം. കറക്കിയിട്ട മീനെ നമുക്ക് ബേബേ ഇതുപോലെ മുറിച്ചിട്ടെടുക്കാം. അപ്പം നമുക്ക് മാഞ്ചി മുറിക്കാം. ഇത് കറുത്ത മാഞ്ചിയിൽ വെളുത്തതും വരുന്നത്, അതിനാ പോലി എന്ന് പറയുന്നത്. ഇത് കറുത്തത്, ഇതിന് മാഞ്ചിയതല്ല. ഞങ്ങൾ ചെറിയ ചെല്ലുണ്ടല്ലോ, വലിയ ചെല്ലൊന്നുമല്ല. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് കവുമ്പോൾ പോകും. നല്ലോണം ഉപ്പിട്ടിട്ട് അരച്ചിട്ട് തേച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം അരച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് പോകുന്നത്. കത്തിക്ക് മുറിച്ച ഞാൻ ഇപ്പോഴത്തേ പറഞ്ഞു, കത്തിക്ക് മുറിച്ച കുറച്ച് കുറവ്. മീൻ പൊടിയുവാന്ന് പേടിയുവാന്ന് നമുക്ക്. തല ഇങ്ങനെ ആക്കിയിട്ട് മുറിക്കാം. ഞങ്ങൾക്ക് കറിക്കിടാനുണ്ടത് മുറിച്ചിട്ടുണ്ട്. നല്ലോണം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ ഫ്രഷാണ് മീൻ, നല്ല ഫ്രഷ് മീൻ ഇത്. അപ്പം ഞാനിതിപ്പോൾ കണ്ടൊന്നും കഴിക്കുന്നില്ല. ഇത് കറി വെക്കാനാകുമ്പോൾ എടുത്തിട്ട് കണ്ടം കഴിക്കാച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇടിയോടെ ഇട്ടിന്. ഇതിൻ്റെ ഉള്ളിലത്തെല്ലാം എടുക്കാം, തലേൻ്റെ ഉള്ളിലത്തെല്ലാം. ഇതെപ്പോഴും മീൻ മുറിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കവും. ഞങ്ങൾ ഉപ്പിട്ടിട്ട് കവിയാൻ ഇതിൻ്റെ മീറ്റത്തെ ചെല്ലും പോവും. പിന്നെ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, പൊട്ട മണം പോവും, ചെല്ലും പോവും. അതിന് വേണ്ടിയിട്ടാണ് മീൻ മുറിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് അരച്ചിട്ട് കവും. അതേപോലെ മാത്രം നമുക്ക് ബാക്കിയുണ്ട മീൻ മുറിച്ചിട്ടെടുക്കാം. ഇത് മംഗലാരം ബന്ദർന്ന് കൊണ്ണ് അയ്ക്കൂറ കുറച്ച് പദം വെച്ചിന് കൊണ്ടിട്ടായി 1-1.5 മണിക്കൂറായി. അപ്പം ഇതിനെ മുറിച്ചെടുക്കാം. കത്തിക്ക് മുറിച്ചാൽ പോരാ, അങ്ങനെ വരുമെന്നറിയല. കുറച്ച് ഉപ്പ് പരട്ടിയിട്ട് വെക്കാതെ കുറച്ച് പദം വെച്ചില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് പരട്ടി വെച്ചിട്ട് മുറിക്കുമ്പോൾ കൈയിട്ടായിട്ട് ചെറിയ കഷ്ണാക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും മുറിച്ച ചെറിയ കഷ്ണാക്കിയെങ്കിൽ കവുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും തോന്നുന്നു. നമുക്ക് ഉപ്പ് പരട്ടിയിട്ട് ഇങ്ങനെ വെക്കാം. ഇതെല്ലാം ക്ലീനാക്കിയിട്ട് അതിനെ ചെറുങ്ങനെ മുറിച്ചെടുക്കാം കൈയിട്ടായിട്ട്. അയ്ക്കൂറിൻ്റെ ഈ ഭാഗം ഇത്ര കഷ്ടിച്ചെടുക്കണം. തല ഞങ്ങൾ കറി വെക്കാൻ ഉപയോഗിക്കാം. ഇത്ര ഭാഗത്തിന് ഇങ്ങനെ മുറിച്ചെടുക്കും. അതിൻ്റെ പല്ല് നല്ല മുറിച്ചേണ്ട പല്ല് ബായിക്ക് കിട്ടെങ്കിൽ കഷ്ണം കൊണ്ട് അയ്പ് ബായി കറിക്ക് ഉപയോഗിക്കാം നമുക്ക്. തല ഈ അയ്ക്കൂറി അങ്ങനെ മുറിച്ചിട്ടെടുക്കാം. പിന്നെ കഷ്ണാക്കിണ്ട് പലെല്ലാം മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. നല്ലോണം കൈറ്റെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ കണ്ടായിട്ട് മുറിക്കാം നമുക്കിങ്ങനെ. അപ്പോൾ അയ്ക്കൂറ നല്ലോണം കൈറ്റെല്ലാം എടുത്തിന് ഒരു 4 പ്രാവശ്യം കഴിഞ്ഞതിന് വേണം മുറിച്ചിട്ട് നമുക്ക് 2 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് മുറിക്കുന്നത് എങ്ങനെ വരുമെന്ന് അറിയില്ല. കത്തി അത്ര നല്ല കത്തിയൊന്നുമല്ല. ഇത് കാച്ചാനുണ്ട പീസ് ഒരുവിധം വന്നിട്ടുണ്ട്.
ഇതേപോലെ നമുക്കെല്ലാം ഈ സൈസിൻ്റെ പീസാക്കിയിട്ട് എടുക്കുക. കാച്ചാനുള്ള പീസ് ഇതെല്ലാം. അപ്പോൾ അയക്കൂറെല്ലാം കഷ്ണാക്കിയിട്ട് എടുത്തിന്. ഈ കത്തിൽ നേരെ മുറിക്കാൻ കഴിഞ്ഞില്ല, കൈ നടക്കാൻ മുറിച്ചില്ല. അപ്പോൾ ഇത് ഇത്ര നമുക്കിത് കാച്ചാനെടുത്ത്. ഇപ്പോഴത്തെ ഞങ്ങൾ മംഗലത്തെ രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് മീൻ കാച്ചുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. അത് ഞങ്ങൾ സജ്ജികയിലോട്ടിട്ട് കാച്ചുന്നത്. അപ്പോൾ ആ മംഗലര രീതിയിൽ മീൻ കാച്ചുന്നതിന് ഞങ്ങൾ ഇതിനെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഇടും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് ചെയ്ത് ആ വീഡിയോ തന്നെ കാണണം. അപ്പോൾ ബാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാലിൻ്റെ കഷ്ണവും 2 പീസും ഞാൻ കറിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾ മുറിച്ച മീനിൽ മാഞ്ചിൻ്റെയും കടുവായിൻ്റെയും തല ഉണ്ടായല്ലേ, അതെല്ലാം ഇട്ടിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ 4 പീസും കൂടി ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മീനിൻ്റെ കറീൻ്റെതും ഞങ്ങൾ വീഡിയോ ഇടും. ഇന്നത്തേക്ക് മീനിൻ്റെ മുറിക്കൽ പണിയൊന്നും കഴിഞ്ഞു.